Welcome to SJ's classes. We will be discussing Dr. Samuel Johnson's literary critic that we have to confront as part of this module is William, of which is known as Partu tradition and the other as the Manipravalam tradition. Short introduction to the English novelist, journalist, essayist and critic. The two of the most popular Greek critics, Plato and Aristotle, is considered as a representative of the Greek era in Malayalam. That is a folklore mythological story that is being referred to here. നമസ്കാരം, SJ's ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഓൾസോ വെൽക്കം ടു യുവർ 5th സെമസ്റ്റർ. എനിക്കറിയാം നിങ്ങൾ വല്ലാത്തൊരു സാഹചര്യത്തിലാണിപ്പോൾ. സെം 3 പരീക്ഷ കഴിഞ്ഞിട്ടില്ല, സെമസ്റ്റർ 4 പരീക്ഷ തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സെമസ്റ്റർ 5ലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം സെമസ്റ്റർ 2ന്റെ റിസൾട്ട് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ സപ്ലിമെന്ററിയും ഇംപ്രൂവ്മെന്റ് എഴുതാനുള്ളവർക്ക് ആ സെമസ്റ്ററിനെ കൂടെ അതിനെക്കൂടെ പറ്റി ആലോചിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ സെമസ്റ്റർ 2 ഉണ്ട്, സെമസ്റ്റർ 3 ഉണ്ട്, സെമസ്റ്റർ 4 ഉണ്ട്. വല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ലിറ്ററേച്ചറിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ടേം ഉണ്ട്, കാഫ്കായസ്ക് എന്നുള്ളൊരു ടേം ഉണ്ട്. പ്രാഗിൽ ജനിച്ച, അതായത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ സിറ്റിയായ പ്രാഗിൽ ജനിച്ച് എഴുത്തുകാരനായി മാറിയ നമ്മുടെ ഫ്രാൻസ് കാഫ്ക എന്ന് പറഞ്ഞ ഒരു ഓഥർ, അദ്ദേഹത്തിന്റെ ദ ട്രയൽ, ദ മെറ്റമോർഫോസിസ് എന്ന നോവലുകളിലൂടെ പ്രശസ്തമാക്കിയ ഒരു പദമാണ് കാഫ്കായസ്ക്. ഇറ്റ്സ് എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ in which you feel powerless to understand or control things that happen. എനിക്ക് നിങ്ങളെല്ലാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്ന് തോന്നുന്നു. You feel powerless to actually understand or control what is happening around you, especially with respect to your academics. കോവിഡ് കാരണം പല പരീക്ഷകളും സമയത്തല്ല നടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിങ്സ് വിൽ റീറ്റെയിൻ ബാക്ക് ടു കം ബാക്ക് ടു നോർമൽസി. ലെറ്റ്സ് ഹോപ്പ് സോ. സോ വെൽക്കം ടു 5th സെമസ്റ്റർ. നമ്മൾ ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ് 5th സെമസ്റ്ററിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെന്റ് മൈക്കിൾസ് കോളേജിലല്ലാത്ത ആരെങ്കിലും വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് ദ പേപ്പർ that you have to learn as part of your syllabus. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡിഗ്രി പ്രോഗ്രാം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് 5th സെമസ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൊരു പേപ്പറാണ്. ഫിലിം സ്റ്റഡീസ് എന്നുള്ളതാണ് പേപ്പറിന്റെ പേര്. ആ പേപ്പറിന്റെ കീഴിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഇതാണ്. ഇൻട്രൊഡ്യൂസിങ് ഫിലിം സ്റ്റഡീസ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ്. 2020 അഡ്മിഷൻ ഓൺവേർഡ്സ് the syllabus has been revised. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഈ വീഡിയോ ആരെങ്കിലും പിന്നീടാണ് കാണുന്നതെങ്കിൽ please make sure that this is indeed the paper and the textbook that you have to learn. ഫിലിം സ്റ്റഡീസ് എന്നുള്ളതാണ് നമ്മളുടെ പേപ്പറിന്റെ പേര്. ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു മാധ്യമമാണ് ഫിലിം. അതിൻ്റെ അകത്ത് എന്താണ് ഇത്ര പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 2 or 3 hours ഓഫ് എന്റർടൈൻമെന്റ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആർ ബീങ് സെറ്റ് ത്രൂ എ ഫിലിം. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിലുള്ള കഥാപാത്രങ്ങളും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളും മാത്രമല്ല, ആ കഥാപാത്രങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടോ there are other people in our society, അവരൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടായിരിക്കാം. There are events that happen around us. There are so many historical events which we have read and understood. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു മാധ്യമമാണ് ഈ ഫിലിം സ്റ്റഡി അല്ലെങ്കിൽ ഫിലിം എന്ന് പറഞ്ഞൊരു മാധ്യമം.
അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ടെക്നിക്കൽ ഭാഗം നമുക്ക് ഒത്തിരി മനസ്സിലാക്കാനുണ്ട്. ഫിലിമിന് സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അതിലെ കഥാപാത്രങ്ങളെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കി എടുക്കാനായിട്ടുണ്ട്. സംഭവങ്ങൾക്ക് ചരിത്രമായിട്ടോ നമുക്ക് ചുറ്റുപാടും ഈ അടുത്തിടെ നടന്ന സംഭവങ്ങൾക്കായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത്, നമ്മുടെ കോണ്ടാക്റ്റുമായിട്ട്, നമ്മുടെ മൊറാലിറ്റിയുമായിട്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരു മാധ്യമമാണ് സിനിമ. ഇപ്പൊ ഈ അടുത്തിടെ പോപ്പുലറായ ഒരു ഫിലിം ആയിരുന്നു മുജീസ് എന്ന് പറഞ്ഞ ഒരു ടർക്കിഷ് ഫിലിം അല്ലെ. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വൈറലായി പോകുന്നത് കണ്ടായിരുന്നു നമ്മൾ. അപ്പൊ ഈ സിനിമയിൽ ഒരു പ്രത്യേക സമൂഹത്തിന്റെ ജീവിത രീതികളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സിനിമ നമുക്കൊരു പ്രത്യേക കഥ പറഞ്ഞു തരുന്നുണ്ട്, ആസ്വാദനത്തിനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു പ്രത്യേക സമൂഹത്തിന്റെ ചില രീതികളും ആചാരങ്ങളും എല്ലാം നമ്മൾ ആ സിനിമയിലൂടെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാവും. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഈ സിനിമയിൽ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ മൗണ്ടനസ് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ആചാരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് ആ നാട്ടിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ പോയി ഈ വധുവിന്റെ വീട്ടിൽ പോയി ഒരു പ്രത്യേകമായിട്ടുള്ള ചടങ്ങ് നടത്തുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ എൽഡേഴ്സ് വന്ന് അവിടെ ഇരിക്കുകയും ഈ പെൺകുട്ടി വരുമ്പോഴത്തേക്ക് പെൺകുട്ടിയുടെ പല്ലുൾപ്പെടെ പരിശോധിക്കുകയും ഖുറാൻ അറിയാവോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അങ്ങനെ ഇവരാണ് തീരുമാനിക്കുന്നത് ആ പെൺകുട്ടിയെ തങ്ങളുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ സ്ത്രീകൾ ഈ മലമേഖലയിൽ നിന്ന് ഈ പെൺകുട്ടി അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് ഈ ചെറുക്കന്മാർ പറഞ്ഞു വിടുന്നതൊക്കെ, അല്ലെങ്കിൽ ചെറുക്കനെ ആർക്ക് വേണ്ടിയാണോ പെണ്ണിനെ അന്വേഷിക്കുന്നത് ആ ചെറുക്കൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട്, എനിക്ക് ഇന്ന ഫീച്ചേഴ്സ് ആണ് ഇഷ്ടം, അതിന് ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ അതൊരു പ്രത്യേക തരത്തിലുള്ള ആചാരമാണ്. അപ്പൊ ആ സിനിമയിലൂടെ ഒരു കഥ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, അതിലുപരി ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയും ആചാരങ്ങളും സംസ്കാരവും എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ മേഖല വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ലോക്ക്ഡൌൺ പീരീഡിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു പക്ഷേ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തിനെ ആയിരിക്കണം. കാരണം 1-2 മണിക്കൂർ നമുക്ക് സുഖമായി കളയാൻ പറ്റുന്ന ഒരു രീതിയാണ് സിനിമ കാണുക എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടുള്ള ഒരു എക്സസൈസ് ആക്ടിവിറ്റിയാണ് ഈ ഫിലിം വാച്ചിങ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അധികമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മാധ്യമം ആണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു ഫിലിം സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് സിനിമയെ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. നമ്മുടെ പേപ്പറിന്റെ പേര് ഞാൻ കുറച്ചു മുൻപേ പറഞ്ഞതുപോലെ ഫിലിം സ്റ്റഡീസ് എന്നുള്ളതാണ്. അതിൻ്റെ അകത്തെ ആദ്യത്തെ മൊഡ്യൂളിന്റെ ടൈറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഫിലിം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിന്ന് പഠിപ്പിക്കുവാൻ പോകുന്നത്. ഇതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ടൈറ്റിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്ന പ്രധാനപ്പെട്ട ടൈറ്റിൽസ് ആണ്. 7 ടൈറ്റിൽസ് ആണ് നമുക്ക് മൊത്തത്തിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. വാട്ട് ഈസ് ഫിലിം, ഒരു ഇൻട്രഡക്ഷൻ ആണ് ഫിലിമിനെ പറ്റിയുള്ള. Then you have to try to differentiate between the 3 words film, cinema and movie. Film has a hybrid nature within it. It's a combination of many things. നമുക്കറിയാം, നോവലിലുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഡ്രാമയിൽ നിന്നുള്ള പല കാര്യങ്ങൾ നമ്മൾ ഫിലിമിൽ കാണുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് എ ബേസിക്കലി ഹൈബ്രിഡ് നേച്ചർ. അതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുവാൻ ഈ ടെക്സ്റ്റ് സഹായിക്കുന്നുണ്ട്. ദ ലാംഗ്വേജ് ഓഫ് സിനിമ, ഓതർഷിപ്പ്, എ ബ്രീഫ് ഹിസ്റ്ററി, ദ എവല്യൂഷൻ ഓഫ് ദ നറേറ്റീവ് ഫിലിംസ്. അപ്പൊ ഇങ്ങനെ 7 ടോപ്പിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണുവാനായിട്ടുള്ളത്. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. വാട്ട് ഈസ് ഫിലിം എന്നുള്ളത്. ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കായി ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം എന്താന്നുള്ള ബേസിക്കലി ഡിഫൈൻ ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ബുക്ക് തുടക്കത്തിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സിനിമയെ കുറച്ച് വാക്കുകളിലായി നമുക്ക് വിവരിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നതിൽ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു പാക്കേജ് ആണ് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് പ്രിറ്റി ഹാർഡ് ടു ഡിഫൈൻ ഇറ്റ്. പക്ഷെ എന്നാൽ പോലും യുവർ ടെക്സ്റ്റ് ബുക്ക് ഹാസ് ട്രൈ ടു ഡു ജസ്റ്റിസ് ടു യു ബൈ ഗിവിംഗ് യു എ പ്രോപ്പർ ഡെഫിനേഷൻ. ഇങ്ങനെയാണ് ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ്, a film may be defined as a series of moving pictures, usually shown in a cinehouse or cinema or on television, often telling a story, which can move spectators to assume a particular emotional response. നമുക്കതിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. A film may be defined as a series of moving pictures. So this is the awareness that you need to have regarding film, an initial awareness that these are moving pictures.
a series of pictures are shot, and when it is shown to us in a continuous way, motion happens. We feel that it's moving, things are moving, or characters are moving. So it's a series of moving pictures, usually shown in a cine house or a cinema or on television. ഇത് ഏത് മാധ്യമത്തിലൂടെ കാണുന്നതെന്ന് സിനിമയുടെ ഡെഫിനേഷൻ അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അതിലൂടെയാണ് നമ്മൾ സാധാരണയായി സിനിമകൾ കാണാറുള്ളത് എന്നുള്ളൊരു ഭാഗം കൂടെ ഡെഫിനേഷനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഓഫൻ ടെല്ലിങ് എ സ്റ്റോറി അല്ലെ, സാധാരണ ആയിട്ടുള്ള സിനിമകളെല്ലാം നമുക്കൊരു കഥ പറഞ്ഞു തരുന്ന തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. And the final part of the definition says, which can move spectators to assume a particular emotional response. അപ്പൊ എല്ലാ സിനിമകളും കാണുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ചില സിനിമകൾ കാണുമ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഹാച്ചിക്കോ എ ഡോഗ്സ് ടെയിൽ എന്നുള്ളത് വളരെ നല്ലൊരു സിനിമയാണ്. ഒരുപക്ഷെ ഫിലിം സ്റ്റഡീസ് പഠിക്കുന്നവരല്ലെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് പെറ്റ്സിനോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമയിലൂടെ പറയുന്നത്. അവസാനം നമുക്ക് ഒരുപക്ഷെ നമ്മളിലെല്ലാം ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ കരയാതിരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇത്തരത്തിൽ വളരെ നല്ലൊരു ചിത്രീകരണമാണ് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ഇതും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സിനിമയെല്ലാം നമ്മൾ ആ സിനിമ അവസാനിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഇമോഷണൽ റെസ്പോൺസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എല്ലാ സിനിമയും കാണുമ്പോഴത്തേക്ക് സങ്കടം വരണമെന്ന് നിർബന്ധമില്ല. ചില സിനിമ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകാം അവസാനം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ സിനിമകൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു 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 സങ്കടവും ഒരു വല്ലാത്തൊരു ഗ്രീഫിലേക്കാണ് നമ്മൾ ഈ സിനിമകൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പോകുന്നത്. അപ്പൊ എല്ലാ സിനിമയുടെ അവസാനവും ഈ പറഞ്ഞൊരു ഇമോഷണൽ റെസ്പോൺസ് ഓഡിയൻസിന്റെ സ്പെക്ടേറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ എന്നാൽ പോലും സിനിമയിലൂടെ അത് അച്ചീവ് ചെയ്യാനായിട്ട് അത് നിർമ്മിക്കുന്നവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. അപ്പൊ ഈ ഒരു ഡെഫിനേഷനോടൊപ്പം തന്നെ ഒരു ഒരു കൊട്ടേഷനും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മാർട്ടിൻ സ്കോർസീസിന്റെ ഒരു കൊട്ടേഷനാണ്. ഹി ഈസ് എൻ അമേരിക്കൻ ഫിലിം ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ആക്ടർ, and he is widely regarded as one of the greatest and most influential directors in film history. So, and the quotation reads, "Movies touch our hearts and awaken our vision and change the way we see things. They take us to other places. They open doors and minds. Movies are the memories of a lifetime." ഒത്തിരി കാര്യങ്ങൾ വളരെ കുറച്ച് വാക്കുകളിലൂടെയാണ് നമുക്ക് സ്കോർസീസ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. മൂവീസ് ടച്ച് അവർ ഹാർട്ട്സ്, നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ ഏകദേശം അവസാനത്തെ ഭാഗത്തിൽ കാണുന്ന അതേ കാര്യം തന്നെയാണ്. ഇറ്റ് ടച്ച് അവർ ഹാർട്ട്സ് ആൻഡ് അവേക്കൺ അവർ വിഷൻ. ഇപ്പൊ നമുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കാണുന്ന സിനിമയിലൂടെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ആ കാര്യങ്ങൾ കാണിച്ചു തരുന്നതിലൂടെ ഒത്തിരി അർത്ഥങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറെ സത്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് സിനിമ. സോ ഇറ്റ് ആക്ച്വലി അവേക്കൺസ് അവർ വിഷൻ, നോട്ട് ജസ്റ്റ് സൈറ്റ്. അല്ലെ, വെറുതെ കാണുക മാത്രമല്ല, കുറെ കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വിഷൻ ഉണർത്തിയെടുത്തു എന്നൊക്കെ പറയുന്നത്. ആൻഡ് ചേഞ്ച് ദ വേ വി സീ തിങ്സ്. അല്ലെ, അത് ഉറപ്പായിട്ടും അത് സംഭവിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു വാർ റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹിസ്റ്റോറിക്കൽ ഫിഗർ റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഒരു സിനിമയിലൂടെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ പെർസെപ്ഷൻ റിഗാർഡിംഗ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ഫിഗർ ഓർ ദാറ്റ് പെർട്ടിക്കുലർ ഇവന്റ് ചേഞ്ചസ്. സോ ഇറ്റ് കൻ ഹാപ്പൻ. They take us to other places. Yes, obviously that happens many a times in a film. നമ്മൾ കാണാത്ത സ്ഥലങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളായിരിക്കാം. എന്നാൽ പോലും ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടും നിരവധി പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന്റെ അകത്തായിരിക്കാം, പുറത്തായിരിക്കാം. എനിവേ, they open doors and minds. They open doors of our minds എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ഒത്തിരി ആഴത്തിലുള്ള അല്ലെങ്കിൽ ആഴത്തിലെ അർത്ഥങ്ങളുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. എല്ലാ സിനിമയിൽ നിന്നല്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് പല സിനിമകളിൽ നിന്ന് അത് ലഭിക്കാറുണ്ട്. ആൻഡ് ദ കൊട്ടേഷൻ എൻഡ്സ് by with the statement, movies are the memories of our lifetime. ഒരുപക്ഷെ ഒരു 200-300 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിലെ സംസ്കാരത്തിനെയും ജീവിത രീതിയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ എടുക്കപ്പെട്ട സിനിമകളെ പഠനത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ മെമ്മറീസ് ഓഫ് അവർ ലൈഫ് ടൈം. ഇനി ഈ മൂവീസ് ഒക്കെ പോസിബിൾ ആകുന്നത് നമ്മളിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫിസിയോളജിക്കൽ കപ്പാസിറ്റി കാരണമാണ്. അതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇനി അതെന്താന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. The physiological foundation of cinematography is the peculiar phenomenon of human eye known as persistence of vision. Physiological എന്ന് പറഞ്ഞാൽ related to physiology. Physiology നിങ്ങൾക്ക് അറിയായിരിക്കും, ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജിക്കൽ സയൻസസ് ഡീലിംഗ് വിത്ത് the functioning of organisms. അതിനെയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്.
അപ്പൊ ഇതിന്റെ ആധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയുടെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഐയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ്. ഇനി എന്താണ് ആ കപ്പാസിറ്റി എന്ന് നമുക്ക് നോക്കാം. It is the ability of the retina of the eye to retain an image for a short period of time, even after it disappears from the actual field of vision. So this is the capability. This is the capacity that persistence of vision talks about, or which forms the basis of how movies become possible. It is the ability of the retina. Retina അറിയാലോ മക്കളെ. It is the innermost light sensitive membrane of our eyes. So it is the ability of the retina of the eye to retain an image for a short period of time, even after it disappears from the actual field of vision. ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ കുറച്ചും കൂടെ ക്ലിയർ ആവും എങ്ങനെയാണ് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ മൂവിങ് പിക്ചേഴ്സ് എന്നുള്ളതും പിന്നെ ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പല ചിത്രങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി ഈ ചിത്രങ്ങളെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ആദ്യമേ പതുക്കെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇനി അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടി നമുക്ക് ഈ ചിത്രങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ചെറുതായി ആ ക്യാരക്ടർ മൂവ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനിയും നമ്മൾ സ്പീഡ് കൂട്ടിയാലോ കുറച്ചും കൂടെ മോഷൻ കിട്ടി. നോക്കിക്കേ, സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ ക്യാരക്ടർ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ചിത്രങ്ങൾ മാറുന്നതായിട്ടല്ല, പകരം ആ ക്യാരക്ടർ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ ക്യാൻ പ്രോസസ് അറൌണ്ട് 10 to 12 images per second. ഇനി അതിൽ ഒരു ഇമേജ് ഒരു സെക്കൻഡിന്റെ 15th വരെ റീറ്റെയിൻ ചെയ്യുവാനായിട്ട് നമ്മുടെ റെറ്റിനക്ക് സാധ്യമാവും. ആ ഒരു ടൈം പീരീഡിൽ അടുത്ത ഇമേജ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് മോഷൻ സംഭവിക്കുന്ന പോലെ തോന്നും. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ഒരു ഗ്യാപ്പ് ഇട്ടല്ല ഇമേജസ് പ്ലേസ് ചെയ്യേണ്ട അറ്റ് എ റെഗുലർ ഇന്റർവെൽ. ഈ പറഞ്ഞ ഈ 1/15 തീർന്ന ശേഷം നമ്മൾ അടുത്ത ഇമേജ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മോഷൻ എന്താണോ അതിൽ അനങ്ങേണ്ടതായിട്ട് തോന്നിപ്പിക്കേണ്ടത് ആ ഒരു അനക്കം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഫിസിയോളജിക്കൽ ഫീച്ചറിനാണ്, ഈ ഒരു ഐയുടെ കപ്പാസിറ്റിക്കാണ്, കേപ്പബിലിറ്റിക്കാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിറ്റററി ടെക്സ്റ്റും ഫിലിമും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത്. കമ്പാരിസൺ എന്നോ ഒരു ചെറിയൊരു ഡിഫറൻസിയേഷനോ എങ്ങനെ വേണമെങ്കിലും പറയാം. An essential feature of this dramatic genre is its visual power. ഫിലിമിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. It differs from a literary text in the sense that the visualization means having a mental picture, making a mental image. So in the sense that the visualization of the action is not merely left to the imagination of the audience as in a work of fiction. So what makes how is a film different from a novel? The visualization part, that is one of the differences. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നോവൽ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും പ്രദേശത്തെ എല്ലാം നമ്മളാണ് ഇമാജിൻ ചെയ്തെടുക്കുന്നത്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. ഈ കഥാപാത്രത്തിനെയും പ്രദേശത്തിനെയും സംഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഈ ലിറ്റററി ടെക്സ്റ്റും ഈ ഫിലിമും തമ്മിൽ ഉണ്ട്. ഇനി കുറച്ച് ഒരു സിമിലാരിറ്റീസും ഉണ്ട് നമുക്ക് ലിറ്റററി ടെക്സ്റ്റും ഫിലിമും തമ്മിൽ. Certain elements like the structuring of the plot and time, narrative techniques and the change of settings are common to film and fiction. അപ്പോൾ ഒരു ഡിഫറൻസ് പറഞ്ഞു, കുറച്ച് സിമിലാരിറ്റീസും പറയണം. സിമിലർ ആയിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്? സ്ട്രക്ചറിങ് ഓഫ് ദ പ്ലോട്ട് ആൻഡ് ടൈം. എങ്ങനെയാണ് ആ സിനിമ മുൻപോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിലെ കഥ മുൻപോട്ടേക്ക് പോകുന്നത്. ഒരുപക്ഷെ അത് നോവലിലേക്ക് പോലെ തന്നെ ആയിരിക്കാം. പിന്നെ നറേറ്റീവ് ടെക്നിക്സ്, ഏത് തരത്തിലാണ്, ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ കഥ നമ്മളോട് പറയപ്പെടുന്നത്. ഒരു ഓവർ ആച്ചിങ് നറേറ്റീവ് ഉണ്ടോ? ചില സിനിമകൾ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഒരു നറേറ്റർ ഇരുന്ന് ആ ഒരു പ്രദേശത്തിനെയും കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇതുപോലെ തന്നെയാണ് പല നോവലുകളിലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സിമിലാരിറ്റീസും നോവലും ഫിലിമും തമ്മിൽ, അല്ലെങ്കിൽ ഫിക്ഷനും ഫിലിമും തമ്മിൽ ഉണ്ടെന്നുള്ളതും കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇനി ചേഞ്ച് ഓഫ് സെറ്റിങ്സ്, ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി സിമിലാരിറ്റീസ്. സിനിമയില് ഈ പ്രദേശം മാറുന്ന പോലെ തന്നെ നോവലിലും സംഭവിക്കാറുണ്ട്. അപ്പൊ സിമിലാരിറ്റീസും ഉണ്ട്, ബട്ട് there are also differences between literary text and film. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അടുത്തതായി പറയുന്നത് സിനിമയിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്.
അതിനെ 3 വാക്കുകളിലായിട്ടാണ് ചുരുക്കിയിരിക്കുന്നത്: സ്പേസ്, ടൈം ആൻഡ് സൗണ്ട്. ദീസ് 3 ആർ ദ മോസ്റ്റ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ഫിലിം. ഈ സ്പേസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഫിലിം സ്റ്റോക്ക്. പണ്ട് കാലഘട്ടങ്ങളിലായിരുന്നു ഫിലിം സ്റ്റോക്ക് ഒക്കെ ഉപയോഗിച്ചിരുന്നത്. അതായത് ഫിലിം സ്ട്രിപ്പ് അറിയാലോ അല്ലേ മക്കൾ? അത്തരത്തിലാണ് പണ്ട് കാലഘട്ടങ്ങളിൽ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. നേരെ ഹാർഡ് ഡിസ്കിലേക്കാണ് ഫിലിം ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിലിം സ്റ്റോക്ക്, ലൈറ്റിംഗ്, ക്യാമറ ആംഗിൾ, എഡിറ്റിംഗ്, മൊണ്ടാഷ്, ഇതൊക്കെയാണ് ഈ സ്പേഷ്യൽ ഡയമെൻഷനിൽ ഉള്ളതായിട്ട് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഇനി അടുത്തതായി ടൈം എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം നമുക്ക്. സ്ലോ ആൻഡ് ഫാസ്റ്റ് മോഷൻ അല്ലെ? ഇപ്പൊ അമൽ നീരദിന്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സീനുകളും സ്ലോ മോഷനിലാണ് സംഭവിക്കുന്നത്. ഇനി ചില സീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും. ഒരു സിറ്റി ലൈഫ് കാണിക്കാനാണ്, ഒരു 10 സെക്കൻഡിൽ സിറ്റി ലൈഫ് കാണിക്കാനാണെങ്കിൽ ഒരു ഇപ്പൊ ഹൈപ്പർ ലാപ്സ് ഒക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ ഉള്ളത് പോലെ അത്തരത്തിലുള്ള ഒരു ഷോട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഒരു ടൈം ലാപ്സിലായിരിക്കും ചിലപ്പോൾ നമുക്കത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ സ്ലോ, ഫാസ്റ്റ് മോഷൻ, ലെങ്ത് ഓഫ് ദ ഫിലിം, ഫ്ലാഷ് ബാക്ക്, ഫോർ ഷാഡോയിങ്. ഫ്ലാഷ് ബാക്ക് നിങ്ങൾക്കറിയാം, പഴയ കാര്യങ്ങളെ പറയുന്നത്. ഫോർ ഷാഡോയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഗിവ് us എ ഹിന്റ് അബൌട്ട് ദ ഫ്യൂച്ചർ. ചില സിനിമകൾ തുടങ്ങുന്നത്, ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു സോളോ എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു തുടക്കം. അതിന്റെ ആദ്യത്തെ കഥ തുടങ്ങുന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ നിന്നാണ്. അപ്പൊ അതൊരു ഫോർ ഷാഡോയിങ് പോലെയാണ്. അവസാനം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നതിനെ പറ്റി നമുക്ക് ചെറിയൊരു ചിത്രം തന്നിട്ടാണ് പഴയതിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ടെമ്പറൽ കാറ്റഗറിയിൽ വരുന്ന ആസ്പെക്ട്സ് ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് ടൈം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന, ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ടൈം. ഇപ്പൊ ടൈം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അവസാനം സൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ആണ് വരുന്നത്. ദ അക്കോസ്റ്റിക് എലമെന്റ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ റിയലൈസേഷൻ ഓഫ് ഫിലിം ആർ ഡയലോഗ്, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ആൻഡ് സോ. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. സൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് ഡയലോഗ്സ് വരും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരും, അതോടൊപ്പം തന്നെ സൗണ്ട് എഫക്ട്സും വരും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അങ്ങനെ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ സിനിമയുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന് സ്പേസ്, അതിൽ പല കാര്യങ്ങളുണ്ട്, ഞാൻ സൂചിപ്പിച്ചായിരുന്നു. രണ്ടാമത്തത് ടൈം, മൂന്നാമത്തത് സൗണ്ട്. ഇനി ഈ ഒരു ആദ്യത്തെ ഭാഗം അവസാനിക്കുന്നത് പല തരത്തിലുള്ള സിനിമകളെ പറ്റി കൂടെ പരാമർശിച്ചുകൊണ്ടാണ്. 3 തരത്തിലെ സിനിമകൾ ഉണ്ടെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. നറേറ്റീവ് ഫിലിംസ്, രണ്ടാമത്തത് ഡോക്യുമെന്ററീസ്, മൂന്നാമത്തത് എക്സ്പെരിമെന്റൽ ഫിലിംസ്. നറേറ്റീവ് ഫിലിംസ് ആർ ഫിലിംസ് ദാറ്റ് ടെൽ എ സ്റ്റോറി. പക്ഷെ നമ്മൾ കാണുന്ന ഒരു 90% സിനിമകൾ അതുപോലത്തെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്ന സിനിമകളാണ്. Documentaries are, special type of films which presents factual materials. Factual materials. It might be for education, it might be for entertainment. എന്ത് തന്നെയാണെങ്കിലും documentaries എന്ന് പറഞ്ഞാൽ it deals with facts, things that really happened, people who were really there in history. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ ആസ്പദമാക്കി ചിത്രീകരിക്കുന്ന സിനിമകളാണ് നമ്മൾ ഡോക്യുമെന്ററീസ് എന്ന് പറയുന്നത്. അവസാനമായി എക്സ്പെരിമെന്റൽ ഫിലിംസും ഉണ്ട്. ആൻഡ് എക്സ്പെരിമെന്റൽ ഫിലിംസ് ആർ ഫിലിംസ് ദാറ്റ് എക്സ്പെരിമെന്റ് വിത്ത് എനി ഓഫ് ദി ആസ്പെക്ട് ഇൻ ദ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ്. ഒരു പക്ഷേ എഡിറ്റിംഗ് ആയിരിക്കാം, വിഷ്വലിലായിരിക്കാം, ഓഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ എൻറ്റയർ ഫിലിമിംഗ് പ്രോസസ്സിലായിരിക്കാം, ക്യാമറ ആംഗിൾസിലായിരിക്കാം, ഉപയോഗിക്കുന്ന ക്യാമറയിലായിരിക്കാം. എന്തിലാണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്പെരിമെന്റേഷൻ നടത്തുവാണെങ്കിൽ, ഇതുവരെ ഇല്ലാത്തതിനാണല്ലോ നമ്മൾ എക്സ്പെരിമെന്റേഷൻ നടത്തി നമ്മൾ പിന്നീട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിലെ ആ രീതിയിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എക്സ്പെരിമെന്റൽ ഫിലിംസ് എന്ന് പറയാം. ഇനി നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത് 3 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പലപ്പോഴും നമ്മൾ ഒരേ അർത്ഥം കൊടുക്കുന്ന 3 വാക്കുകളാണ്. പക്ഷെ ജെയിംസ് മൊണാക്കോ എന്ന് പറഞ്ഞ അമേരിക്കൻ ഫിലിം ക്രിട്ടിക്, ഓതർ, publisher and educator. He published a book in 1977. The book is titled How to Read a Film. In that particular film, he tried to differentiate between these 3 terms. Normally, a film, cinema, movie, these 3 terms are kind of same for all of us. But he tried to differentiate between these 3 terms. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. Film is the aspect of the art that concerns its relationship with the world around it. ഫിലിമിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. It makes a reference to how the world in which we live is projected through the medium of camera and how the world is shaped by it. അപ്പോൾ ബേസിക്കലി നമ്മൾ മലയാളത്തിൽ സിനിമ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിലെ ഈ ഫിലിം എന്നാണ് ജെയിംസ് മൊണാക്കോ ആ ബുക്കിലൂടെ പറയുന്നത്.
അതായത് എങ്ങനെയാണ് ചുറ്റുമുള്ള ലോകം ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെ ആശയങ്ങളാണ് ആ സിനിമയിലൂടെ കൈമാറുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്, ഇതിനെല്ലാം പരാമർശിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിം എന്ന് പറഞ്ഞ വാക്കാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ മുജീസ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫിലിം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു സംസ്കാരത്തിനെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കാനായിട്ട് ആ സിനിമ അല്ലെങ്കിൽ ആ സിനിമയുടെ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിത രീതിയും ആ ചുറ്റുപാടുകളും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒത്തിരി സമയത്തെ യാത്രയ്ക്ക് ശേഷമാണ് ആ ഒരു സമൂഹത്തിൽ ചെന്ന് ചേരുന്നത്. അപ്പൊ അതുമെല്ലാം അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ വാക്ക് സിനിമ എന്നുള്ളതാണ്. ദ സിനിമാറ്റിക് ആസ്പെക്ട് ഡീൽസ് വിത്ത് ദ ഈസ്തെറ്റിക്സ് ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി ആർട്ട്. അപ്പൊ പൊതുവേ ഉള്ള വാക്കെന്ന് പറഞ്ഞാൽ ഫിലിം എന്നുള്ളതാണ്. ഇനി ആ സിനിമയുടെ അകത്തേക്ക്, ആ ഫിലിമിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാര്യത്തിനെ പരാമർശിക്കുന്ന വാക്കാണ് സിനിമ എന്നുള്ളത്. Here we talk about film history, different genres and approaches to the making of motion pictures. അപ്പൊ അതിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കി വേണമെങ്കിൽ പറയാം. അതിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലായും അതാണല്ലോ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതിന്റെ പൊതുവെ അതിന്റെ ടെക്നിക്കൽ സൈഡിനെ പരാമർശിക്കുന്നതിന് വേണ്ടി നമുക്ക് സിനിമാറ്റിക് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ്, സിനിമ എന്ന് പറഞ്ഞ വാക്കും ഉപയോഗിക്കാം. ഇനി അവസാനത്തെ വാക്ക് മൂവി എന്ന് പറഞ്ഞ വാക്കാണ്. പൊതുവെ നമ്മൾ അങ്ങനെയാണ് പറയാറുള്ളത്. വലിയ തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുന്ന 90% സിനിമകളും കൊമേഴ്ഷ്യൽ ഫിലിംസ് ആണ്. എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെടുന്ന സിനിമകളാണ് ഈ കൊമേഴ്ഷ്യൽ ഫിലിംസ്. അപ്പൊ ആ എക്കണോമിക് കൊമോഡിറ്റി ആയിട്ട് നമ്മൾ ഈ ഫിലിമിനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് മൂവി എന്ന് പറഞ്ഞ വാക്ക്. ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ഇതാണ്: The economic aspect gives emphasis upon infrastructure, production, distribution and reception of the end product. അപ്പൊ ഈ ഒരു സിനിമ നിർമ്മിക്കപ്പെട്ട് അത് നമ്മളിൽ എത്തുന്നവരെ നടക്കുന്ന കുറെ, അല്ലെങ്കിൽ കടന്നു പോകുന്ന കുറെ സ്റ്റേജസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അത് മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്, തിയേറ്ററിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അത് സ്വീകരിക്കപ്പെടുന്നത്, ഇതിനെല്ലാം ചേർത്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം ആസ്പദമാക്കി ഉള്ള പരാമർശിക്കുന്ന വാക്കാണ് മൂവി എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ അത്തരത്തില് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അപ്രോച്ച് എന്താണോ, നമ്മൾ ഏത് തരത്തിലാണോ ഇതിനെ കാണുന്നത്, ഈ മാധ്യമത്തിനെ കാണുന്നത്, അതിനനുസരിച്ചാണ് ഈ മൂന്ന് വാക്കുകളും വേരി ചെയ്യുന്നതെന്ന് മാത്രം. അപ്പൊ ഈ മൂന്ന് വാക്കുകളിലും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന, I would like to repeat it. It's the American film critic James Monaco, and the book through which he gave us these differences is How to Read a Film, which was published in 1977. അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദ ഹൈബ്രിഡ് നേച്ചർ ഓഫ് ഫിലിം എന്നുള്ളതാണ് അടുത്ത ടൈറ്റിൽ. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് എ മിക്സഡ് ക്യാരക്ടർ or composed of different elements. അതാണ് ഹൈബ്രിഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കാർ ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് അത് പെട്രോൾ ഓപ്പറേറ്റഡും ആയിരിക്കും, അത് ബാറ്ററി ഓപ്പറേറ്റഡും ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഹൈബ്രിഡ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ സിനിമയും അതേപോലെ തന്നെ ഇറ്റ് ഹാസ് എ ഹൈബ്രിഡ് നേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോവലിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഡ്രാമയിൽ നിന്നുള്ള കുറെ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ആ എലമെന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്തിൽ നിന്നൊക്കെയാണ് ഫിലിം കടമെടുത്തിരിക്കുന്നത്, ഫിലിം ഉണ്ടാവുന്നത് എന്തൊക്കെ ചേർന്ന് കഴിയുമ്പോഴാണ്, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുവാനായിട്ട് പോകുന്നത്. Film is a multi-dimensional art form combining the moving images with sound, speech, music, written text, etc. നോക്കി എന്തൊക്കെ എലമെന്റ്സ് ആണ് അത് വരുന്നതെന്നുള്ളത്. We have moving images and it comes along with sound, speech, മ്യൂസിക്, റിട്ടൺ ടെക്സ്റ്റ് എക്സെട്ര. സൗണ്ട് സ്പീച്ച് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സൗണ്ട് എന്തോ, രണ്ട് ക്യാരക്ടേഴ്സ് ഒരു റോഡിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഡയലോഗ്സ് ആയിരിക്കും. ഇനി സൗണ്ട്സ് എന്തുവാണ്, അതിന്റെ ചുറ്റുപാടുള്ള, ഒരു പക്ഷേ ഒരു വണ്ടി പോകുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗം അവിടെ നിൽപ്പുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് ആയിരിക്കും. അപ്പൊ അതിനെല്ലാം നമുക്ക് സൗണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മ്യൂസിക് ഒരു പക്ഷേ സെന്റിമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അത്തരത്തിലുള്ള ഒരു മ്യൂസിക് ആയിരിക്കും ഈ ഇവരുടെ ഡയലോഗ്സിനെ അക്കമ്പനി ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റൊമാൻസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മ്യൂസിക് ആയിരിക്കും അക്കമ്പനി ചെയ്യുന്നത് ഇവരുടെ സ്പീച്ചിന്. അപ്പൊ ഓഡിറ്ററി തന്നെ അവിടെ മൂന്നെണ്ണം നമുക്ക് കാണാവുന്നതാണ്. സൗണ്ട് ഉണ്ട്, സ്പീച്ച് ഉണ്ട്, മ്യൂസിക് ഉണ്ടെന്നുള്ളതാണ്. ഫിലിം ഹാസ് ബോറോഡ് കൺസിഡറബിളി ഫ്രം ലിറ്ററേച്ചർ, പെയിന്റിംഗ്, സ്കൾപ്ചർ, തിയേറ്റർ, സ്ക്രിപ്റ്റിംഗ്. സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം സ്ക്രിപ്റ്റിനെ പറ്റിയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ പഴയ കാലഘട്ടത്തിൽ ഈ നാടകത്തിനൊക്കെ വേണ്ടി എഴുതിയിരുന്ന സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കി എന്തൊക്കെ തലത്തിൽ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത്. ലിറ്ററേച്ചർ ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട്, സ്കൾപ്ചർ ഉണ്ട്, തിയേറ്റർ, സ്ക്രിപ്റ്റിംഗ്, ആർക്കിടെക്ചർ, ഫോട്ടോഗ്രാഫി, ഹിസ്റ്ററി, കൾച്ചർ, മിത്തോളജി, റിലീജിയൻ, ഫോക്ലോർ, അങ്ങനെ ഒത്തിരി ഒരു ഡിസിപ്ലിൻസിൽ നിന്നാണ് ഈ ഫിലിം വളർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഫിലിം എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ഹൈബ്രിഡ് നേച്ചർ ഉണ്ടെന്ന് പറയുന്നത്.
The major elements of film, such as the structuring of the plot and time, setting, characters, point of view, etc., are also common to previous art forms like literature and drama. ഒത്തിരി പ്രദേശത്ത് നിന്ന്, ഒത്തിരി വിഷയങ്ങളിൽ നിന്ന്, ഒത്തിരി മേഖലയിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഈ സിനിമ എങ്ങനെ വളർന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമേ ചെയ്തിരിക്കുന്നത് ഫിക്ഷനുമായിട്ടുള്ള ബന്ധമാണ് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്, പിന്നീട് ഡ്രാമയായിട്ടുള്ള ബന്ധവും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫിക്ഷനുമായിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് നോക്കാം. The narrative of a film, which is actually a twisted pair of the story and the plot, shares the strongest bond with fiction. അപ്പൊ ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ഫിക്ഷനുമായിട്ടാണെന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. All the events that are presented to the spectators or which they derive from the film constitute the story. പിന്നെ കുറച്ച് പദങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സ്റ്റോറി, പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കൂടെ ഉണ്ട്. കാരണം ഇത് നമുക്ക് സിമിലാരിറ്റീസിന്റെ കൂട്ടത്തിൽ പറയാനായിട്ടുള്ളതാണ്. ഫിലിമിന്റെയും നോവലിന്റെയും ഫിക്ഷന്റെയും സിമിലാരിറ്റീസിന്റെ കൂട്ടത്തിൽ പറയാനായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. All the events that are presented to the spectators or which they derive from the film constitute the story. അപ്പൊ ഫിലിമിലെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ അതിലെ സംഭവങ്ങളെല്ലാം ചേർത്ത് പറയുന്ന വാക്കാണ് സ്റ്റോറി, കഥ. ഇനി അടുത്ത വാക്കാണ് പ്ലോട്ട്. പ്ലോട്ട് എന്താണെന്ന് നോക്കാം. These events, when arranged in a particular sequence or order to create a certain meaning, becomes the plot of the film. നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഈ കഥയും പ്ലോട്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്നുള്ളത്. സ്റ്റോറിയും പ്ലോട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്നുള്ളത്. E.M. ഫോസ്റ്റർ എന്ന് പറഞ്ഞ 20th സെഞ്ചുറി ഇംഗ്ലീഷ് ഓതർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സ്റ്റോറിയും പ്ലോട്ടും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറഞ്ഞതാണ്, The king died and the queen died. The king died and then the queen died. അതൊരു സ്റ്റോറിക്ക് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. The king died and then the queen died. It's an example for a story. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, The king died and then the queen died of grief. The king died and then the queen died of grief. സങ്കടം മൂലം ഈ രാജ്ഞിയും മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു പ്ലോട്ടായിട്ട് മാറുകയാണ്. അപ്പൊ രാജാവ് മരിച്ചു, അതിനുശേഷം രാജ്ഞി മരിച്ചു. ഇതൊരു കഥയാണ്. രാജാവ് മരിച്ചു, ആ സങ്കടം കൊണ്ട് രാജ്ഞി മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്ലോട്ടായിട്ട് മാറുകയാണെന്ന് പറഞ്ഞു. കാരണം ആദ്യത്തെ സംഭവം രണ്ടാമത്തെ സംഭവം തമ്മിൽ ഒരു കണക്ഷൻ അവിടെ സ്ഥാപിച്ചെടുത്തു. ആദ്യത്തെ സംഭവത്തിൽ നിന്നുണ്ടായ ഒരു ദുഃഖം മൂലം രണ്ടാമത്തെ കാര്യം സംഭവിക്കുകയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു പ്ലോട്ടായിട്ട് മാറുകയാണ്. I hope that you have understood the difference. The events when they are placed before you, it's a story, and when the events are linked together, when they are connected between each other, then you get a plot. അപ്പൊ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കി, പ്ലോട്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി എ നറേറ്റീവ് ഫിലിം അറ്റംപ്റ്റ്സ് ടു ടെൽ സ്റ്റോറീസ് ഫോക്കസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ്. നമ്മൾ ഫിക്ഷനിലും കാണുന്നതാണ് ക്യാരക്ടേഴ്സ്, അതേപോലെ കാര്യം നമുക്ക് സിനിമയിലും ഉണ്ട്, ക്യാരക്ടേഴ്സ്. So narrative film, it tells the stories focused on characters and it maintains a logical connection between the events and an objective narrative style and a sense of closure at the end. അപ്പോൾ ഫിക്ഷൻ എന്ന് പറഞ്ഞ ലോകത്ത് കാണുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ സിനിമയുടെ ലോകത്തും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഫിക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ എന്തൊക്കെയാണ്, നമ്മൾ പ്ലോട്ടിനെ പറ്റി പറഞ്ഞു, സ്റ്റോറിയെ പറ്റി പറഞ്ഞു, ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെയാണ് ആൻഡ് ഒബ്ജക്റ്റീവ് നറേറ്റീവ് സ്റ്റൈൽ. നിങ്ങൾ പണ്ട് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് പോയട്രി എന്നുള്ള. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ആണ്. സോ യു ഇൻക്ലൂഡ് യുവർ പേഴ്സണൽ റെസ്പോൺസ് ടു ഇറ്റ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ ആണ്, വിച്ച് മീൻസ് ദാറ്റ് യു ഡോണ്ട് ഇൻകോർപ്പറേറ്റ് യുവർ പേഴ്സണൽ റെസ്പോൺസ് ടു ഇറ്റ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ, യു ഡോണ്ട് മേക്ക് എനി പേഴ്സണൽ റെസ്പോൺസ്, യു ഡോണ്ട് ഇൻക്ലൂഡ് എനി ഓഫ് യുവർ പേഴ്സണൽ തിങ്സ് ദർ. ലോകം എങ്ങനെയാണോ സമൂഹം എങ്ങനെയാണോ കാണുന്നത് അത്തരത്തിലായിരിക്കും നിങ്ങളും അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഫ്രെയിംസ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ഒബ്ജക്റ്റീവ് നറേറ്റീവ് സ്റ്റൈലും സിനിമകളിൽ സാധാരണയായി കാണുന്നുണ്ട്. ഇനി നോൺ നറേറ്റീവ് ഫിലിംസിന്റെ ഒരു പ്രത്യേകതയും കൂടെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. നോൺ നറേറ്റീവ് ഫിലിംസ് അവോയ്ഡ് ടെല്ലിംഗ് സ്റ്റോറീസ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഡോക്യുമെന്ററി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ ഫിലിം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഈ നോൺ നറേറ്റീവ് ഫിലിംസിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ്, പ്രത്യേകിച്ച് ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. ദേ അവോയ്ഡ് ടെല്ലിംഗ് സ്റ്റോറീസ്. They are experimental films which investigate questions which are not related to narratives. സാധാരണ രീതിയിൽ ഒരു നറേറ്റീവിൽ പെടാത്ത സംഭവങ്ങളാണ് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ ഫിലിംസ് അല്ലെങ്കിൽ ഡോക്യുമെന്ററീസ് ഒക്കെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതെന്നുള്ള വ്യത്യാസം കൂടെ അവിടെ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ഈ നോവലുമായിട്ടുള്ള ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട് ടെക്സ്റ്റ്, ഞാൻ അതും കൂടെ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. The treatment of the characters in a film also points out its resemblances with the novel.
നമ്മൾ തുടക്കത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രത്യേകിച്ച് ആ വിഷ്വലൈസേഷന്റെ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ സിമിലാരിറ്റീസ് ആണ് പറയുന്നത്. അത് പ്ലോട്ടിന്റെ കാര്യമാണെങ്കിലും സ്റ്റോറിയുടെ കാര്യമാണെങ്കിലും ക്യാരക്ടേഴ്സിന്റെ കാര്യമാണെങ്കിലും സിമിലാരിറ്റീസ് നമ്മൾ നോവൽ അല്ലെങ്കിൽ ഫിക്ഷനും ഫിലിമും തമ്മിൽ നമ്മൾ കാണുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് ക്യാരക്ടേഴ്സ്, അതിൽ പോലും ഈ പറഞ്ഞ സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. The development of a film and a novel concentrate on what happens to the character. That's true. അല്ലെ, കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഥ അറിയുന്നത് എന്നുള്ളതാണ്. ആ കഥാപാത്രത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതുമാണ് കഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ the progress of that particular character, that is what we understand through or perceive through the narrative. The delineation of the characters as major and minor. Delineation means you give an exact position to something. അതിനെയാണ് നമ്മൾ ഡീലിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മേജർ ക്യാരക്ടേഴ്സ്, മൈനർ ക്യാരക്ടേഴ്സ് ഇല്ല, നമുക്ക് സിനിമകളിലെല്ലാം അത്തരത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. യു ഹാവ് മേജർ ക്യാരക്ടേഴ്സ് ആസ് വെൽ ആസ് യു ഹാവ് മൈനർ ക്യാരക്ടേഴ്സ്. സോ ദ ഡീലിനേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ് ആസ് മേജർ ആൻഡ് മൈനർ, ദ വെറൈറ്റി ഇൻ ക്യാരക്ടറൈസേഷൻ, അനാലിസിസ് ഓഫ് ക്യാരക്ടേഴ്സ്, ദ വാല്യൂസ് റെപ്രസെന്റഡ് ബൈ ദം ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ കോമൺ വിത്ത് ഫിലിം ആൻഡ് ഫിക്ഷൻ. അപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സിനിമയും ഈ പറഞ്ഞ ഫിക്ഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി പോയിന്റ് ഓഫ് വ്യൂ ആണ് അടുത്ത ഒരു സിമിലാരിറ്റി ആയിട്ട് പറയുന്നത്. ദ പോയിന്റ് ഓഫ് വ്യൂ ഇസ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വിച്ച് ഫിലിം ഷെയർസ് വിത്ത് ലിറ്റററി ആൻഡ് വിഷ്വൽ ആർട്സ്. അല്ലെ, ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്? പക്ഷെ വായനയിലൂടെ ആയിരിക്കാം, ഈ പറഞ്ഞ ഫിക്ഷൻ ആണെങ്കിൽ കാണുന്നതിലൂടെ ആയിരിക്കാം, കാഴ്ചയിലൂടെ ആയിരിക്കാം, ഈ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ മാധ്യമമാണെങ്കിൽ. ഇനി സിനിമയിൽ എത്തരത്തിലാണ് നമുക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാകുന്നത് നോക്കിയേ. The camera offers a particular point of view towards the action or the subject in the film. ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഒരു 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 ചിത്രം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഈ ബാഹുബലിയുടെ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ ഉണ്ടല്ലോ മക്കളെ, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്തൊരു പ്രത്യേകമായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ബാഹുബലിയുടെ ഒരു വളരെ ഉയർന്ന ഒരു ഗോൾഡൻ സ്റ്റാച്യു ഉണ്ട്. ഇത് ഒരു ക്യാരക്ടർ സങ്കല്പിക്കുന്നത്, പ്രഹ്ലാദ് ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടർ സങ്കല്പിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഗോൾഡൻ സ്റ്റാച്യു തന്റെ ഗോൾഡൻ സ്റ്റാച്യുടെ പുറകിൽ വരുന്നതായിട്ട്. അപ്പൊ ഇവിടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ക്യാമറയിലൂടെയാണ് കിട്ടുന്നതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ മനസ്സിന്റെ അകത്തുള്ള ഒരു 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 പക്ഷെ ടെൻഷൻ ആയിരിക്കും, അദ്ദേഹത്തിന് ടെൻഷൻ ആയിരിക്കും, ആകുലതയായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും. എന്താണെങ്കിലും അതാണ് നമുക്ക് ഈ ഒരു ക്യാമറ ആംഗിളിലൂടെ ഈ സ്റ്റാച്യൂസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കൺവേ ചെയ്ത് തരുന്നുണ്ട്. അത് ക്യാമറയിലൂടെയാണ് നമുക്ക് തരുന്നത്. ഈ ഒരു ചിത്രത്തില് ഭല്ലാൽ ദേവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ മാനസിക സംഘർഷമാണ് ശരിക്കും നമുക്ക് ആ ക്യാമറയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒരു പ്രത്യേകമായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഡെഫിനറ്റ്ലി വി ഗെറ്റ് ഇറ്റ് എസ്പെഷ്യലി ത്രൂ ദ ക്യാമറ ഫ്രെയിംസ് ഇൻ എ ഫിലിം. The narrative also conveys another point of view towards its subject. Even though a movie tries to maintain an objective point of view, it is not limited to a single person's perspective. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ ആണ് പലരും പറയാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ചില സിനിമകളിലും നമുക്കറിയാം പ്രത്യേകമായിട്ട് ഡയറക്ടറിന്റെ ആയിട്ടോ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ആയിട്ടോ അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണ് ആ സിനിമ നിർമ്മിച്ചത് ആ കൂട്ടത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ചിന്ത പ്രതിപാദിക്കപ്പെടാനായിട്ട് ചിലപ്പോൾ ഒരു ശ്രമം നടന്നെന്നൊക്കെ വരാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഒരു എക്സ്പ്രഷൻ ആണ്, പോയിന്റ് ഓഫ് വ്യൂ ആണ് ശ്രമമെങ്കിലും ഒരു പക്ഷേ അത് സബ്ജക്റ്റീവായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോവലുമായിട്ടുള്ള ഫിക്ഷനുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഡ്രാമയുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് പറയാനുള്ളത്. The roots of the film can be traced back to the stage drama. There are certain structural means details which are involved in the making of something. അതാണ് നമ്മൾ structural എന്ന് പറയുന്നത്. There are certain structural similarities between these two art forms. ഏതൊക്കെയാണ്? സിനിമയും നാടകവും. The combination of the sound and the dialogue with image happens on the screen in film. This feature can be closely related with stage drama, where the actor performs on the stage and delivers the dialogue simultaneously. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മൾ കഥാപാത്രത്തെ നമ്മുടെ മുൻപിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നോവലിൽ അത് സംഭവിക്കുന്നില്ല. നമ്മൾ മുൻപിൽ കാണുകയല്ല, പക്ഷെ നമ്മൾ വിഷ്വലൈസ് ചെയ്തെടുക്കുകയാണ്, നമ്മൾ ചിന്തിച്ചെടുക്കുകയാണ്, ആലോചിച്ചെടുക്കുകയാണ് ആ കഥാപാത്രത്തിനെ, ആ പ്രദേശത്തിനെയൊക്കെ. പക്ഷെ നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ആ കഥാപാത്രം എവിടെയാണ് നിൽക്കുന്നത് അത് നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു സിമിലാരിറ്റി നമുക്ക് ഡ്രാമയിലും സിനിമയിലും ഫിലിമിലും നമുക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മൾ ഈ കഥാപാത്രത്തിനെ കാണുക മാത്രമല്ല, അവർ സംസാരിക്കുന്നത് ആരോടാണ്, എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ അവരുടെ കോൺവെർസേഷൻസിലൂടെ ഡയലോഗ്സിലെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതും നാടകവും സിനിമയും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഒരു സിമിലാരിറ്റിയാണ്.
This feature can be closely related with stage drama, where the actor performs on the stage and delivers the dialogue simultaneously. The theatre performance is live, whereas a film is permanent in its recorded form. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. തിയേറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ലൈവ് ആണ്. ഇറ്റ് ഹാപ്പൻസ് ബിഫോർ ആൻ ഓഡിയൻസ് ഇൻ റിയൽ ടൈം. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഷൂട്ട് ചെയ്യുന്നു, ലൈവായിട്ട് കാണിക്കുന്നതല്ല, ഷൂട്ട് ചെയ്യുന്നു, പിന്നീട് അത് എഡിറ്റിംഗ് പ്രോസസ്സിന് വിധേയമാക്കപ്പെടുന്നു, അതിനുശേഷമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം സിനിമയും നാടകവും തമ്മിലുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. The discontinuous shots in a film can be manipulated to create many different effects. The audience watches the performance in drama, whereas the filmmaker makes the audience see the film projected onto a screen. അപ്പോൾ നാടകം റിയൽ ടൈമിൽ സംഭവിക്കുന്നതാണ്. ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ചിലപ്പോൾ ചില എഫക്ട്സ് ഒക്കെ ചേർത്തുകൂടെ ആയിരിക്കും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അപ്പൊ ഡയറക്ടർ നമ്മൾ എന്ത് കാണണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതാണ് സിനിമയിലൂടെ നമ്മൾ കാണുന്നത്. പക്ഷെ നാടകത്തിൽ നമുക്കറിയാം ഒരു 80% അങ്ങനെയല്ല, ക്യാരക്ടേഴ്സ് എന്താണോ പോർട്രേ ചെയ്യുന്നത് അതാണ് നമ്മൾ അപ്പോൾ കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം എന്നാൽ അതിനോടൊപ്പം ഉള്ള സിമിലാരിറ്റിയും പറഞ്ഞുകൊണ്ടാണ് ഈ സെഷൻ അവസാനിക്കുന്നത് കേട്ടോ. നമുക്കിനി ഒരു ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ദ ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. എല്ലാ മാധ്യമത്തിനും അതിൻ്റെതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്കറിയാം. നാടകമാണെങ്കിൽ അതിനുണ്ടൊരു ലാംഗ്വേജ്, നോവലാണെങ്കിൽ അതിനുമുണ്ട് ഒരു ലാംഗ്വേജ്. ഇതിന്റെ എല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അത് എഴുതപ്പെടുന്നതെന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്, അത് ആ സൃഷ്ടി എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്, ആ ഒരു തലം കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തിൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എവറി ഡിസിപ്ലിൻ ഓഫ് ആർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് മീനിങ്. നോവലിലാണെങ്കിൽ അത് വരികളിലൂടെ ആയിരിക്കും, വാക്കുകളിലൂടെ ആയിരിക്കും. നാടകത്തിലാണെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ള സംഭവങ്ങളിലൂടെ ആയിരിക്കും. സിനിമയിലാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഫ്രെയിംസിലൂടെ ആയിരിക്കും. നിങ്ങൾ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ. അതിന്റെ അവസാനത്തെ കുറച്ച് ഫ്രെയിംസ് ഉണ്ട് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ചിന്തകളെയും ആദിമ മനുഷ്യരുടെ ചിന്തകളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിത രീതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് സീക്വൻസ് ആണ് ഈ പറഞ്ഞ ജല്ലിക്കെട്ടിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ വിഷ്വൽസ് നമുക്ക് പ്രത്യേകമായിട്ടൊരു അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വരികളിലൂടെയല്ല പറഞ്ഞു തരുന്നത്, പക്ഷെ കുറച്ച് കഥാപാത്രങ്ങൾ ചേർന്ന് കുറച്ച് കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് നമുക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല, നമ്മൾ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും എന്നുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള വസ്തുതയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ എവറി ഡിസിപ്ലിൻ ഓഫ് ആർട്ട് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് മീനിങ്. ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് സിനിമ ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം അതർ മോഡ്സ് ഓഫ് വിഷ്വൽ കൾച്ചർ. അപ്പൊ വിഷ്വൽ കൾച്ചർ എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെ പെടും മക്കളെ? അഡ്വർടൈസിങ് പെടും, ലാൻഡ്സ്കേപ്പ് പെടും, ബിൽഡിങ്സ് പെടും, ഫോട്ടോഗ്രാഫ്സ് പെടും, മൂവീസ് പെടും, പെയിന്റിങ്സ് പെടും. ഇതിലെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വാസ്റ്റ് ഒരു അംബ്രല്ല ടേം ആണ് ഈ പറഞ്ഞ വിഷ്വൽ കൾച്ചർ എന്നുള്ളത്. അപ്പൊ അതിലെ മറ്റെല്ലാ മാധ്യമങ്ങളെയും സിനിമയിൽ നിന്ന് വ്യത്യസ്തപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപയോഗിക്കപ്പെടുന്ന ലാംഗ്വേജ് ആണ്. ഫിലിം എംപ്ലോയ്സ് എ ലാംഗ്വേജ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. The signs, the symbols and the frames are different codes which are used to convey ideas to the audience. അല്ലേ, ഈ വിഷ്വൽ കൾച്ചറിൽ പെടുന്ന എന്താണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആശയമാണ് അവിടെ കൈമാറാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ സിനിമയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്നതിലൂടെയാണ് ഒരു ആശയം നമ്മളിലേക്ക് എത്തുന്നത്. അതിന് എന്തൊക്കെ ഉപയോഗിക്കാം? പ്രത്യേകമായിട്ടുള്ള സൈൻസ് ഉപയോഗിക്കാം, സിമ്പിൾസ് ഉപയോഗിക്കാം, ഫ്രെയിംസ് ഉപയോഗിക്കാം, അല്ലേ. ഇപ്പൊ താഴത്തു നിന്നാണ് ഒരു ഷോട്ട് വരുന്നതെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചൊരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടറാക്കി മാറ്റാൻ വേണ്ടി, സാധാരണയിൽ നിന്ന് കുറച്ചും കൂടെ ഉയരമൊക്കെ കൊടുത്തൊരു സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടറാക്കി കാണിക്കുവാൻ വേണ്ടി നമുക്ക് താഴത്തു നിന്നുള്ള ഒരു ഷോട്ട് കാണിക്കാം. മുകളിൽ നിന്നുള്ള ഷോട്ട് ആണെങ്കിൽ ആ ക്യാരക്ടറിന് അത്ര വലിയ റെലവൻസ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഓരോ ഫ്രെയിമിലൂടെയും നമുക്ക് വേണമെങ്കിൽ ആശയങ്ങൾ നമുക്ക് കൺവേ ചെയ്യാവുന്നതാണ്, അല്ലെ. പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ഹീറോ ആണ്, ഹീറോയുടെ എൻട്രി സീൻ ആണെന്ന് നമുക്കറിയാം ഏതൊക്കെ തരത്തിലായിരിക്കും അത് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ നടപ്പായിരിക്കും ആദ്യമേ കാണിക്കുന്നത്, ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തി ആയിരിക്കും ആദ്യമേ കാണിക്കുന്നത്. അപ്പൊ ഷോട്ടിലൂടെ ഫ്രെയിമിലൂടെ തന്നെ നമുക്ക് ആശയങ്ങൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് വാസ്തവമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. Apart from the codes of storytelling, the use of computer-generated special effects, kinetic action sequence is sequence related to, or it's a term related to movement. പലതരത്തിലുള്ള മൂവ്മെന്റ് നമുക്ക് സിനിമയിൽ കാണാം. ഒന്നെങ്കിൽ യു സി ഹൈലി സ്റ്റൈലൈസ്ഡ് മൂവ്മെന്റ്. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ ദിലീപോ ആരെങ്കിലും ഒക്കെയാണ് നമ്മുടെ മുൻപിലേക്ക് ആദ്യമായിട്ട് വരുന്നതെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള സ്റ്റൈലൈസ്ഡ് മൂവ്മെന്റ്സ് ഒക്കെ ആയിരിക്കും ആദ്യത്തെ എൻട്രി സീനിൽ നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നാച്ചുറൽ മൂവ്മെന്റ്സ് ആയിരിക്കും. ചില സിനിമയിൽ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കത്തില്ല, സാധാരണ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പോലെ തന്നെ അതിനുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തിനെ അവതരിപ്പിച്ചെന്ന് വരാം. അപ്പൊ ഇത്തരത്തില് മൂവ്മെന്റിനെയൊക്കെ അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ഉണ്ട്.
So kinetic action sequence and intensified soundtracks have emerged as independent and autonomous elements which add to the pleasure of watching films. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് കേട്ടോ. The camera frame of the movie actually determines what you see and how you see it. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. The objects and elements within the camera frames and the process of editing the cinematic images convey a literal or denotative meaning. Literal denotative meaning എന്നൊക്കെ പറഞ്ഞാൽ explicit meaning. നമുക്ക് എന്താണോ ആ കണ്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് denotative meaning. ഇനി അത് കൂടാതെ തന്നെ ഒരു കൊണോട്ടേറ്റീവ് മീനിങ് കൂടെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ടെന്നുള്ളത്. കൊണോട്ടേറ്റീവ് എന്താണ്? ഇംപ്ലിസിറ്റ്, നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു അർത്ഥമാണ്. ഒരു പക്ഷെ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അർത്ഥമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജല്ലിക്കെട്ടിലെ അവസാനം സംഭവിക്കുന്നത് തന്നെയാണ്. അവസാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയോ അല്ലെങ്കിൽ വേറൊരു കഥാപാത്രം എങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നില്ല, ഓ ഇതാണല്ലേ, ഇല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരുന്നില്ലേ ഇത് ഈ അർത്ഥം പകർന്നു തരാനായിട്ടാണ് ഞാൻ ഈ വിഷ്വൽസ് ചേർത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് സംതിങ് വിച്ച് ഇസ് ഇംപ്ലിസിറ്റ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു അർത്ഥം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. It was the Russian filmmaker Lev Kuleshov. He was a 20th century film critic and a filmmaker, and he is also one of the founders of the world's first film school. ഫസ്റ്റ് ഫിലിം സ്കൂൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്കോ ഫിലിം സ്കൂൾ ആണ് കേട്ടോ മക്കളെ. ആൻഡ് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എഫക്റ്റിന് ഒരു പേരും കൊടുത്തിട്ടുണ്ട്, കുലശോവ് എഫക്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത് എന്താണ് ആ പ്രത്യേകത, അല്ലെ എന്താണ് ആ എഫക്ട് എന്ന് നമുക്ക് നോക്കാം. So it was a Russian filmmaker Lev Kuleshov who proposed that each camera shot works like the letters of the alphabet, which we can decipher just like the words we understand. അപ്പോൾ കുലശേവ് പറഞ്ഞിരിക്കുന്ന ഇതാണ്, each camera shot works like the letters of the alphabet. ഇനി അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? We can decipher just like the words we understand. ഒരു വേർഡ് രൂപപ്പെടുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയാം, പല ലെറ്റേഴ്സ് ചേരുമ്പോഴാണ് അല്ലെ. അതേപോലെ തന്നെയാണ് ഒരു സിനിമയിലെ ഓരോ ഷോട്ടും എന്നാണ് പറയുന്നത്. അത് രൂപപ്പെടുത്തി ഒരുമിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വേർഡ് കിട്ടുന്നത് പോലെ തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ എൻറ്റിറ്റി നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. ആ ഓരോ ഷോട്ടുമാണ് അവസാനത്തെ ആ ഒരു എൻറ്റിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നത്. ആ ഒരു എഫക്റ്റിനെയാണ് കുലശേവ് എഫക്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ലെവ് കുലശേവ് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ ഫിലിം മേക്കർ ആണ് ഈ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചത് കേട്ടോ മക്കളെ. ഇനി ക്രിസ്ത്യൻ മെറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫിലിം തിയറിസ്റ്റിന്റെ ഒരു അഭിപ്രായം കൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഹി ഈസ് എ ഫിലിം തിയറിസ്റ്റ് ആൻഡ് ഹി ഈസ് ദ വൺ ഹു ഇൻട്രൊഡ്യൂസ് സൈക്കോ അനാലിസിസ്, സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഫിലിം സ്റ്റഡീസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനി what he did was, instead of understanding what film means, he tried to set out to discover how they make meaning. എങ്ങനെയാണ് സിനിമ അർത്ഥം സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു ആസ്പെക്ട് ആണ് ക്രിസ്ത്യൻ മേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഫ്രഞ്ച് ഫിലിം തിയറിസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. ഇനി അദ്ദേഹം പറയുന്ന ഇതാണ്, ദ ലാംഗ്വേജ് ഓഫ് ഫിലിം ഇസ് നോട്ട് ഡ്രോൺ ഫ്രം എ കോൺക്രീറ്റ് ഓർ ഫിക്സഡ് ലാംഗ്വേജ് സ്ട്രക്ചർ. സോ ഹി സേസ് ദാറ്റ് ദ ലാംഗ്വേജ് ഓഫ് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് എഴുത്ത് മാത്രമല്ല കേട്ടോ മക്കളെ, ആ സിനിമ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്, സിനിമ എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെടുന്നത്, അതെല്ലാം അതിൻ്റെ അകത്ത് പെടുമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, ദ ലാംഗ്വേജ് ഓഫ് ഫിലിം ഇസ് നോട്ട് ഡ്രോൺ ഫ്രം എ കോൺക്രീറ്റ് ഓർ ഫിക്സഡ് ലാംഗ്വേജ് സ്ട്രക്ചർ. സോ ഇറ്റ്സ് നോട്ട് ഫ്രം എ പെർട്ടിക്കുലർ റിപ്പോസിറ്റ് ഓർ റിസോഴ്സ് ഓർ സ്പേസ് ദാറ്റ് the director or the one who is behind or the people who are behind the film take things necessary for the film. ഒരു പക്ഷേ അത് പല മേഖലയിൽ നിന്നായി എടുക്കപ്പെട്ടത് ഉള്ളതായിരിക്കാം. He refers to this as language sans langue. ലാങ് പരോൾ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കാണ്, സൊഷ്യൂർ കൊണ്ടുവന്ന വാക്കാണ് ലാങ്ങും പരോളും എന്നുള്ളത്. ലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാങ് എന്ന് പറയുന്നത്. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജിന്റെ ആക്ച്വൽ യൂസിനാണ് നമ്മൾ പരോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു റിപ്പോസിറ്ററിയിൽ നിന്നല്ല സിനിമയുടെ ലാംഗ്വേജ് വരുന്നതെന്നുള്ളതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഫിലിം ലാംഗ്വേജ് is a language system that is not taken from a particular system or in Met's term from a lang. അതായത് പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിൽ നിന്നല്ല നമ്മൾ ഇതിനകത്ത് വേണ്ട ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ എടുക്കുന്നുള്ളതാണ്. പല മേഖലയിൽ നിന്നായിരിക്കാം നമുക്ക് എടുക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ള നിയമത്തിന്റെ അകത്ത് നിന്നുള്ളല്ല ഇത് ചെയ്യുന്നതെന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ക്രിസ്ത്യൻ മേറ്റ്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. The film language is determined by the mise-en-scène, cinematography, editing and sound. ഈ കാര്യങ്ങളാണ് ഫിലിം ലാംഗ്വേജിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതുവരെ ഒരുപക്ഷെ ഫിലിം ലാംഗ്വേജ് എന്താണെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഫിലിം ലാംഗ്വേജ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാകുന്നത് കേട്ടോ. അതല്ലാതെ എപ്പോഴും നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയുമായിട്ട് അതിലെ വാക്കുകൾ അക്ഷരങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതല്ല സിനിമയിൽ സംഭവിക്കുന്നത്. സിനിമയിലെ ഫിലിം ലാംഗ്വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. 1 മെസൻസെയിൻ ആണ്, സിനിമാറ്റോഗ്രഫി 2, എഡിറ്റിംഗ് 3, സൗണ്ട് 4. ഇനി മെസൻസെയിൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
Mise-en-scene translates from the French as putting into the scene. പലപ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 മാർക്കിനും 4 മാർക്കിനുമായിട്ടൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഈ mise-en-scene എന്നുള്ളത്. പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്തേക്കാം. Mise-en-scene translates from the French as putting into the scene, which indicates its origin from the theatre. The setting, props എന്ന് വെച്ചാൽ properties, props, costume, lighting and action are the various elements which the director consciously arranges within the camera frame. അപ്പോൾ നേരത്തെ പറഞ്ഞ സിനിമ ലാംഗ്വേജിനെ പറ്റി അല്ലെങ്കിൽ ഫിലിം ലാംഗ്വേജിനെ പറ്റിയുള്ള ഡിസ്കഷനാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരുമാനിക്കുന്ന ഘടകങ്ങളിൽ ഒരു ഘടകമാണ് mise-en-scène എന്ന് പറഞ്ഞൊരു ഘടകം. അതിൻ്റെ അകത്ത് വരുന്ന പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ സെന്റൻസ് വായിച്ചതിലൂടെ മനസ്സിലാക്കിയെടുത്തത്. സെറ്റിംഗ് ഉണ്ട്, പ്രോപ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, ആക്ഷൻ ആൻഡ് വേരിയസ് ആക്ഷൻ ദാൻ ഹാപ്പൻ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയേ, എനിക്ക് തോന്നുന്നത് സ്പേസ് ഒഡീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇറ്റ്സ് ഇൻ എ പെർട്ടിക്കുലർ സെറ്റിംഗ്, ഇറ്റ് ഹാസ് എ പെർട്ടിക്കുലർ സെറ്റിംഗ് അല്ലെ. അതിനകത്ത് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ചെയർ ഉണ്ട്, ഒരു വലിയ സ്ക്രീൻ ഉണ്ട്, കിടക്കയുണ്ട്. ഇതെല്ലാം ഒരു പെർട്ടിക്കുലർ സെറ്റിംഗിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ്. ലൈറ്റിംഗ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഏത് തരത്തിലാണ് ലൈറ്റിംഗ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഈ പിക്ചറിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നുമില്ല, പക്ഷെ നമുക്ക് ഈ സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ ആക്ഷൻ സംഭവിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം കൂടി ചേരുന്നതാണ് mise-en-scene എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട്. എന്തിലാ ഇത് വരുന്നത്? ലാംഗ്വേജ് ഓഫ് ഫിലിമിലാണ് ഈ കാര്യം വരുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. The French theorist, philosopher and essayist André Bazin, in his essay The Evolution of the Language of Cinema, advocates that film, even though mechanical in nature, transfers the real world into the screen. ഈ ഒരു എസ്സേ പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1950s ആൻഡ് വാട്ട് ഈസ് സിനിമ എന്ന് പറഞ്ഞ മൾട്ടി വോളിയം ബുക്കിലാണ് ഈ ഒരു എസ്സേ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ആ എസ്സേയിലൂടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഈവൻ ദോ എ ഫിലിം ഈസ് മെക്കാനിക്കൽ ഇൻ നേച്ചർ, ഇറ്റ് ട്രൈസ് ടു ട്രാൻസ്ഫർ ദ റിയൽ വേൾഡ് ഇൻ ടു ദ സ്ക്രീൻ. ഞാൻ നേരത്തെ കാണിച്ച ചിത്രം ഇതിന് ഉദാഹരണമല്ലെങ്കിലും പല സിനിമകളും ഇതിനൊരു ഉദാഹരണമാണ്. മെക്കാനിക്കലായിട്ട് തോന്നാം, ഒരുപക്ഷെ കുറെ കാര്യങ്ങൾക്ക് ഒരു അർത്ഥമില്ലാത്തതായിട്ടും ഈ പണ്ട് ഉണ്ടായിരുന്ന പോലെ കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്ന പോലെ തന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഇറ്റ് ട്രൈസ് ടു, അവിടെ ആ ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ട്രൈസ് ടു, ഇറ്റ് ഡസ് എന്നല്ല നമ്മൾ പറയുന്നത്, ഇറ്റ് ട്രൈസ് ടു ട്രാൻസ്ഫർ ദ റിയൽ വേൾഡ് ഇൻ ടു ദ സ്ക്രീൻ. ഇനി ഒരു പ്രത്യേകമായിട്ടൊരു സെന്റൻസും കൂടെ പറഞ്ഞാണ് ഈ സെക്ഷൻ അവസാനിക്കുന്നത്. ദ പാൽപ്പബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് റിയൽ വേൾഡ് ഈസ് പ്രൈമർലി അച്ചീവ്ഡ് ത്രൂ ദ mise-en-scene. mise-en-sceneന്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. mise-en-scene അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ദ പാൽപ്പബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദിസ് റിയൽ വേൾഡ്. പാൽപ്പബിൾ മീൻസ് ഏബിൾ ടു ബി ടച്ച്ഡ് ഓർ ഫെൽറ്റ്. ഇനി മാനിഫെസ്റ്റേഷൻ എന്താണ്? ദ ആക്ട് ഓഫ് ഷോയിങ് സംതിങ്. So it is as if you can feel the real world through the cinema. And this particular feeling is achieved through mise-en-scene. mise-en-scene എന്താണെന്നാണ് ബേസിക്കലി അവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: സെറ്റിംഗ്, പ്രോപ്പർട്ടീസ്, കോസ്റ്റ്യൂം, ലൈറ്റിംഗ്, ആക്ഷൻ. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി അതിലൂടെ എന്താണ് സാധ്യമാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there is a palpable manifestation of the real world. ശരിക്കും ഒരു ലോകത്ത് പ്രദേശത്ത് സംഭവിക്കുന്ന കാര്യം പോലെ ആക്കിയെടുക്കുവാനായിട്ട് mise-en-scene എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ടിന് സാധിക്കുമെന്നുള്ളതാണ്. ഇനി 5 ചാനൽസ് ഓഫ് ഇൻഫർമേഷൻ എന്താണെന്ന് കൂടെ നമുക്ക് നോക്കുവാനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ഒരു ക്രിട്ടിക്കിന്റെ പേര് പറഞ്ഞായിരുന്നു, ക്രിസ്ത്യൻ മെറ്റ്സ് എന്ന് പറഞ്ഞ ക്രിട്ടിക്. ഹീസ് എ ഫ്രഞ്ച് ഫിലിം തിയറിസ്റ്റ്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് there are 5 channels of information in film. They are visual image, print and other graphics, speech, music and noise. ഇങ്ങനെ 5 ചാനൽസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. Visual images are interpreted differently in different cultures. Yes, visual images are interpreted differently in different cultures. The culturally derived codes and artistic codes are vital to the language of cinema. Color, line and form are the rubrics of the visual codes. The most efficient tool for the filmmaker to modify the meanings of color, form and line is lighting. The 3-point system of lighting, the key light, the fill light and the backlight, helps the filmmaker to change the intensities and direction of light to achieve various effects. അപ്പൊ എത്തരത്തിലാണ് നമുക്ക് സിനിമയിലൂടെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അറിവ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മെറ്റ്സ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് ഫിലിം തിയറിസ്റ്റ് 5 കാര്യങ്ങളെ പറയുന്നു. വിഷ്വൽ ഇമേജ് ഒന്നാണ്, അതിലൂടെ നമുക്ക് കുറെ അർത്ഥങ്ങളും കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ മനസ്സിലാക്കിയെടുക്കാം. പ്രിന്റ് ആൻഡ് അതർ ഗ്രാഫിക്സ്, എല്ലാ സിനിമയിലും എല്ലാ സീനിലും ഉണ്ടാവണം നിർബന്ധമില്ല, പക്ഷെ എന്നാൽ അതിലൂടെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ
ആ ഒരു കേസ് ക്രാക്ക് ചെയ്യാനായിട്ടൊക്കെ ഒരു പ്രത്യേക ഒരു ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫോട്ടോഗ്രാഫിൽ പ്രത്യേകമായിട്ടൊരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ടേണിംഗ് പോയിന്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രിന്റ് ആൻഡ് അതർ ഗ്രാഫിക് മെറ്റീരിയൽസ് ദേ ക്യാൻ യൂസ് ടു കൺവേ ഐഡിയാസ്, സ്പീച്ച് ഓഫ് ക്യാരക്ടേഴ്സ്, മ്യൂസിക്, ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് ദി നോയ്സ് അല്ലെ. എല്ലാത്തിൽ നിന്നും ഒരു സിനിമയിൽ നിന്നുള്ള എല്ലാ ഘടകത്തിൽ നിന്നും പ്രത്യേകമായിട്ട് ഈ 5 ഘടകത്തിൽ നിന്ന് നമുക്ക് ആശയങ്ങളെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ക്രിസ്റ്റ്യൻ മേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഫ്രഞ്ച് ഫിലിം തിയറിസ്റ്റ് പറയുന്നത്. ഇനി ഒരു 3-point ലൈറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്. 3 തരത്തിലുള്ള. അടുത്തുള്ള ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ 3-point ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കീ ലൈറ്റ് ഉണ്ട്, ഫിൽ ലൈറ്റ് ഉണ്ട്, ബാക്ക് ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ടേം ആണ് 3-point സിസ്റ്റം ഓഫ് ലൈറ്റിംഗ്. അടുത്ത ആസ്പെക്ട് ആണ് സിനിമാറ്റോഗ്രഫി. സിനിമാറ്റോഗ്രഫി എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, എന്നാൽ പോലും അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് മൂവ്മെന്റ് ഓൺ ദ ഫിലിം വിച്ച് ഈസ് അച്ചീവ്ഡ് ത്രൂ ദ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലൈറ്റിംഗ് ആൻഡ് ക്യാമറ ഡ്യൂറിംഗ് ഫിലിം പ്രൊഡക്ഷൻ. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് മൂവ്മെന്റ്. വെറുതെ നമുക്കൊരു ക്യാമറ ഓൺ ആക്കി വെച്ച് മൂവ്മെന്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട് അല്ലെ. നമുക്ക് ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമുക്ക് ക്യാമറ മൂവ്മെന്റ് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഒരു പ്രീ പ്ലാനിങ് എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന വാക്ക് പറയുന്നത്. The director, the cinematographer, and the production designer collaborate to establish design, style, and tone of a particular film. നോക്കി എത്ര പേര് ചേർന്നാണ് അതിന്റെ ഒരു ഭാഗം തന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, പ്രൊഡക്ഷൻ ഡിസൈനർ ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് കാര്യങ്ങളെ നിയന്ത്രിച്ച് കഴിയുമ്പോഴാണ്, അതായത് ഇവർ 3 പേരും മാത്രമെന്നല്ല, ഇവര് ടീം ഹെഡ്സ് ആണ്. ഇവരുടെ കീഴിലാണ് ഒത്തിരി പേര് പ്രവർത്തിക്കുന്നത്. ഇവർ ചേർന്ന് പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട്, ഒരു കാര്യം പോസിബിൾ ആകുന്നതെന്നുള്ളതാണ്. The selection of the equipment and the composition of the image are defined by the cinematographer in the pre-production stage. അപ്പോൾ ഏത് ക്യാമറ വേണം, ഏത് തരത്തിലുള്ള ലെൻസ് വേണം, ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യണം, ഇതെല്ലാം പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ പല സ്റ്റേജിലായിട്ടാണ് ഫിലിമിന്റെ പ്രോസസ്സിംഗ് സംഭവിക്കുന്നത് കേട്ടോ. മക്കളെ അതൊന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. The various elements like frames, shot size, length of a take, camera angle and depth of field constitute the cinematography, which when used effectively can produce different meanings. അപ്പോൾ നോക്കിയേ സിനിമാറ്റോഗ്രഫിയിൽ എന്തൊക്കെ വരുമെന്ന് നോക്കിയേ. ഫ്രെയിംസ്, ഷോട്ട് സൈസ്, ലെങ്ത് ഓഫ് എ ടേക്ക്, ക്യാമറ ആംഗിൾ, ഡെപ്ത് ഓഫ് ഫീൽഡ്. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്ലോസപ്പ് ആണോ, അല്ലെങ്കിൽ ഒരു ഫാർ ഷോട്ട് ആണോ, അല്ലെങ്കിൽ ഒരു അല്പം ദൂരത്തുള്ള ഒരു ഷോട്ടാണോ, ഫുൾ ഷോട്ട് ആണോ, അങ്ങനത്തെ പലതരത്തിലുള്ള ഷോട്ട്സിനെ അതിനെല്ലാം പറ്റി പ്രതിപാദിക്കുന്ന ഒരു ടേം ആണ് ഈ പറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ളത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്നതാണ് സിനിമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ. 2 പോയിന്റ്സും കൂടെ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. എഡിറ്റിംഗ് എന്നുള്ളതാണ് അടുത്ത ആസ്പെക്റ്റിൽ വരുന്നത്. ആൻഡ് എഡിറ്റിംഗ് ഈസ് പെർഹാപ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് stage that a film goes through, and it involves a skillful coordination of directing, acting, cinematography, sound design and special effects. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ആണ് എഡിറ്റിംഗ് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. It is through editing that the narrative is structured and presented in a clear form. The shots of the films are put together to create or produce certain effects. Editing signifies a cut down of raw material called rushes. റോ മെറ്റീരിയൽ, അതായത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ മെറ്റീരിയലിന് റോ മെറ്റീരിയൽ എന്ന് പറയും, അതിന് റഷസ് എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മൊണ്ടാഷ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടാം. മൊണ്ടാഷ് എന്താണ്? എ പേസ്റ്റ് മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് ടുഗെദർ വേരിയസ് എലമെന്റ്സ്. അപ്പോൾ ഒന്നെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് കട്ട് ഡൗൺ ചെയ്ത് പല ക്ലിപ്സ് അറേഞ്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതിനെല്ലാം കൂടെ ചേർത്തൊരു മൊണ്ടാഷ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം. മൊണ്ടാഷ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് പ്രോസസ് ആണ്, എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കട്ടിംഗ് ഡൗൺ പ്രോസസ് ആണ്. എന്നുള്ള ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ടെന്നുള്ളത് മാത്രം. ഇനി എഡിറ്റിംഗിൽ തന്നെ 2 എണ്ണം ഉണ്ട്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഉണ്ട്. Continuity editing used in some films, it is used in almost all the films, and it creates a smooth transition between various frames. ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ ഉണ്ടാക്കുവാനായിട്ട് ഈ കണ്ടിന്യൂറ്റി എഡിറ്റിംഗിനാണ് സഹായിക്കുന്നത്. അത് ഒരു സംഭവം ഉണ്ടാകുന്നു, അതിനുശേഷം അടുത്തത് വരുന്നു. അത് അങ്ങനെ തന്നെ നമ്മൾ കാണുന്നത് ക്രൊണോളജിക്കലി അറേഞ്ച്ഡ് ആണ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുകയാണ്. അതിനാണ് നമ്മൾ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് എന്താണ് കാണിച്ചിരിക്കുന്നത്, അതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അടുത്തതിലാണ് ഒരുപക്ഷെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതിനെ ഡിസ്കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സം ഫിലിംസ് ടു ക്രിയേറ്റ് സർട്ടൻ പെക്യുലിയർ എഫക്ട്സ്. അതിലെന്താ സംഭവിക്കുന്നത്? The meanings are produced not from within the shots but from the way in which different shots are juxtaposed to create meaning.
ഒരു പക്ഷേ തുടക്കത്തുള്ളതും അവസാനത്തുള്ളതും, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ സംഭവങ്ങൾ കാണിക്കുന്നതിനോടൊപ്പം തന്നെ വേറൊരു പ്രദേശത്തെ സംഭവങ്ങൾ കാണിക്കായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സമയത്തെ കാര്യങ്ങൾ കാണിക്കുമായിരിക്കും. അപ്പൊ അവിടെ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ലോജിക്കലി അറേഞ്ച്ഡ് അല്ല, അവിടെ ക്രോണോളജിക്കലി അറേഞ്ച്ഡ് ആയിരിക്കത്തില്ല. ഒരെണ്ണത്തിനോടൊപ്പം തന്നെ വേറെ അതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഷോട്ട് കൊണ്ട് കാണിക്കും. പക്ഷെ അത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവും. അതിനെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള എഡിറ്റിംഗ് രീതിയാണ് ഈ ഡിസ്കണ്ടിന്യൂറ്റി എഡിറ്റിംഗിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ലാംഗ്വേജ് ഓഫ് സിനിമയിലെ ഏറ്റവും അവസാനത്തെ ആസ്പെക്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് സൗണ്ട് ആണ്. ആൻഡ് നമുക്കറിയാം പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ് ഈ സൗണ്ടിന്റെ റെക്കോർഡിങ്, അതിന്റെ ഔട്ട്പുട്ട് എല്ലാം നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഫോളെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ആണ് ഇത് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ദർ ദ സൗണ്ട് ടെക്നീഷ്യൻസ് ഹു ആർ ഇൻവോൾവ് ഇൻ ഗിവിംഗ് അസ് ദി അക്കൗസ്റ്റിക് പാർട്ട്. അപ്പോൾ പലതരത്തിലുള്ള രീതിയിൽ അവർ ഈ നാച്ചുറൽ സൗണ്ടിനെ, ആർട്ടിഫിഷ്യൽ സൗണ്ടിനെ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ സിന്തസൈസേഴ്സ് ഉപയോഗിക്കും. സിന്തസൈസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് that generates and modifies sounds electronically and can imitate a variety of other musical instruments. അത്തരത്തിൽ സിന്തസൈസേഴ്സിന്റെ ഹെൽപ്പ് അവർ എടുക്കാറുണ്ട്. മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ആൻഡ് കമ്പ്യൂട്ടർ മാനിപ്പുലേറ്റഡ് ഡിജിറ്റൈസ് സൗണ്ട്സ്, ഇതെല്ലാം ഈ പറഞ്ഞ സൗണ്ടിന്റെ ഭാഗത്ത് തന്നെ വരുന്നതാണ് കേട്ടോ മക്കളെ. വെറുതെ ആ ഒരു കഥാപാത്രത്തിന് മാത്രം സൗണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അത് കൂടാതെയുള്ള ഒത്തിരി സൗണ്ട്സ് നമുക്ക് ഇന്ന് സിനിമ കാണുമ്പോഴത്തേക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. Siegfried Kracauer is a German writer and film theorist. Differentiates between actual sound from commentative sound. അദ്ദേഹം രണ്ട് തരത്തിലുള്ള സൗണ്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആക്ച്വൽ സൗണ്ട്, രണ്ടാമത്തത് കമന്റേറ്റീവ് സൗണ്ട്. ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. The dialogue rendered by the actors is referred to as the actual sound. അപ്പൊ ഫ്രെയിമിൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സിന് നമ്മൾ ആക്ച്വൽ സൗണ്ട് എന്ന് പറയും. ഇനി എന്താണ് കമന്റേറ്റീവ് സൗണ്ട്? The dialogue of the people not in the scene, the dialogue of the people who are off screen, that is referred to as or termed as commentative sound. അപ്പൊ നമ്മൾ ഫ്രെയിമിൽ കാണുന്ന കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ സൗണ്ട് നമ്മൾ ആക്ച്വൽ സൗണ്ട് എന്നും, ഒരു പക്ഷേ ഒരു റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നെങ്കിൽ അവരുടെ ചുറ്റും ഒത്തിരി ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഓഫ് സ്ക്രീൻ ആയിട്ട് ചിലപ്പോൾ ആൾക്കാർ കാണും. അപ്പൊ അവരുടെ എല്ലാം സൗണ്ട്സിനെ ചേർത്ത് നമ്മൾ സോറി ഐ ഗോട്ട് ഡിസ്കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ. നമ്മൾ സെഷൻ അവസാനിപ്പിക്കാൻ തന്നെ പോവുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. സീഗ്ഫ്രിഡ് ക്രാക്കോർ ഉപയോഗിച്ച ടേംസ് ഇതാണ്: ആക്ച്വൽ സൗണ്ടും കമന്റേറ്റീവ് സൗണ്ട്. ഫ്രെയിമിലുള്ള സൗണ്ടിനെ ആക്ച്വൽ സൗണ്ട് എന്നും ഫ്രെയിമിൽ ഇല്ലാത്ത സൗണ്ടിനെ കമന്റേറ്റീവ് എന്നും പറഞ്ഞു. കാരൽ റീസ് എന്ന് പറഞ്ഞ ചെക്ക് ബോൺ ബ്രിട്ടീഷ് ഫിലിം മേക്കർ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് സിങ്ക്രണസും എസിങ്ക്രണസും എന്നുള്ളതാണ്. ഫ്രെയിമിലുള്ള സൗണ്ടിനെ സിങ്ക്രണസ് എന്നും ഫ്രെയിമിൽ ഇല്ലാത്ത സൗണ്ടിനെ എസിങ്ക്രണസ് എന്നും. ഇനി ഇതേപോലെ ഒരു ടേം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. The sound which is actual, synchronous and connected with the image is parallel sound. The sound which is actual, അതായത് ഫ്രെയിമിലുള്ള സൗണ്ട്. സിങ്ക്രണസ് എന്ന് പറയുന്നതും ഫ്രെയിമിലുള്ള സൗണ്ട് തന്നെയാണ്. ആൻഡ് കണക്റ്റഡ് വിത്ത് ദ ഇമേജ്, ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമുമായിട്ട് ബന്ധമുള്ള സൗണ്ട് ആണെങ്കിൽ അതിനെ പാരലൽ സൗണ്ട് എന്ന് വിളിക്കാം. And that sound which is commentative, asynchronous, opposed to or in counterpoint with the image is contrapuntal. അതായത് ആ ഫ്രെയിമുമായിട്ട് ബന്ധമില്ലാത്ത, ആ ഫ്രെയിമിന്റെ പുറത്തുള്ള, അതിനുള്ള വാക്കുകളാണല്ലോ ഈ പറഞ്ഞ എസിങ്ക്രണസും കമ്പൻറ്റേറ്റീവ് എന്നുള്ളത്. അപ്പൊ ഫ്രെയിമിന്റെ പുറത്തുള്ള സൗണ്ട്സിനെ നമുക്ക് കോൺട്രാപഞ്ചൽ സൗണ്ട് എന്നും ഈ കാർൽ റീസ് എന്ന് പറയുന്ന ചെക്ക് ബോൺ ബ്രിട്ടീഷ് ഫിലിം മേക്കർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്നാല് ടേംസും കൂടെ ഈ പറഞ്ഞ ലാംഗ്വേജ് ഓഫ് ഫിലിം അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് സിനിമ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഏറ്റവും അവസാനം വരുന്നുണ്ട്. അപ്പൊ അത്രയും ഇന്നത്തേക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഒത്തിരി നേരമായെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ കുറച്ചധികമെങ്കിലും എടുത്തില്ലെങ്കിൽ ടോപ്പിക് ഒട്ടും മുമ്പോട്ടേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തത്. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിന്. അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ആ ഒരു ഭാഗം കൂടി ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ ലൈവിൽ തരുന്നതായിരിക്കും. ഇത്രയും നേരം എന്നോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ഈ വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണുന്നെങ്കിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ, സിനിമയുമായി അങ്ങനെ ഒത്തിരി ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുവാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ലൈവ് സെഷൻ. താങ്ക് യു.